രാജ്യശ്രദ്ധ മുഴുവൻ വോട്ടെണ്ണലിലാണ്. രാജ്യത്തെ വിവിധ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് രാജ്യം ഉറ്റുനോക്കുന്നു. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കളത്തിലിറങ്ങിയ പ്രമുഖ സ്ഥാനാർത്ഥികൾ ആരൊക്കെയെന്ന് നോക്കാം. നരേന്ദ്രമോദി മൂന്നാം തവണയും വാരണാസിയിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. 2014 AAP നേതാവ് അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ മോദി 2019 സമാജ്വാദി പാർട്ടിയുടെ ശാലിനി യാദവിനെതിരെ വിജയിച്ചു. 2014ലും 2019ലും മണ്ഡലത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി കൂടിയായ അജയ് റായിയെയാണ് കോൺഗ്രസ് രംഗത്തിറക്കിയത്. നരേന്ദ്രമോദിക്ക് മുമ്പ് വാരണാസി സീറ്റ് BJPയുടെ മുതിർന്ന നേതാവ് മുരളി മനോഹർ ജോഷിയുടെ കൈവശമായിരുന്നു. BJP നേതാവ് ദിനേശ് പ്രതാപ് സിംഗ് ആണ് രാഹുൽ ഗാന്ധിക്കെതിരെ റായ്ബറേലിയിൽ മത്സരിക്കുന്നത്. അമേഠിയിൽ നിന്ന് 3 തവണ MP ആയി വിജയിച്ച രാഹുൽ ഗാന്ധി 2019 സ്മൃതി ഇറാനിക്കെതിരെ മത്സരിച്ചു തോറ്റു. ഫെബ്രുവരി വരെ അമ്മ സോണിയാഗാന്ധി കൈവശം വെച്ചിരുന്ന റായ്ബറേലി സീറ്റ് 3 തവണ മാറ്റി നിർത്തിയാൽ 1952 മുതൽ കോൺഗ്രസിന്റെ കയ്യിലാണ്. 1977, 1996, 1999 എന്നീ വർഷങ്ങളിലാണ് കോൺഗ്രസിന് സീറ്റ് നഷ്ടപ്പെട്ടത്. കേരളത്തിൽ വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധി 2ാം തവണയും ജനവിധി തേടുമ്പോൾ CPI നേതാവും വനിതാവകാശ പ്രവർത്തകയുമായ ആനി രാജയോടാണ് മത്സരിക്കുന്നത്. കോൺഗ്രസും CPIയും ഇന്ത്യ സഖ്യത്തിൽ അംഗങ്ങളായതിനാൽ മത്സരം പൊതുതാൽപര്യം ഉണർത്തിയിട്ടുണ്ട്. 2019 വയനാട് മണ്ഡലത്തിൽ നിന്ന് CPIയിലെ PP സുനീറിനെ 4.31 ലക്ഷം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് രാഹുൽ ഗാന്ധി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഒരു കാലത്ത് ഗാന്ധി കുടുംബത്തിന്റെ പോക്കറ്റ് സീറ്റായിരുന്ന അമേഠിയിൽ കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും കടുത്ത മത്സരമാണ് നടന്നത്. 2019 രാഹുൽ ഗാന്ധിയിൽ നിന്ന് സീറ്റ് പിടിച്ചെടുത്ത BJPയുടെ സ്മൃതി ഇറാനി മണ്ഡലത്തിൽ നിന്ന് വീണ്ടും ജനവിധി തേടുമ്പോൾ ഗാന്ധി കുടുംബത്തിന്റെ അടുത്ത അനുയായി കിഷോരി ലാൽ ശർമ്മയാണ് കോൺഗ്രസ് രംഗത്തിറക്കിയിരിക്കുന്നത്. 25 വർഷത്തിന് ശേഷം ആദ്യമായാണ് അമേഠി ലോക്സഭാ മണ്ഡലത്തിൽ ഗാന്ധി കുടുംബാംഗം മത്സരിക്കാത്തത്. സിറ്റിംഗ് MPയും മുൻ കേന്ദ്രമന്ത്രിയുമായ ശശി തരൂർ തിരുവനന്തപുരത്ത് നിന്ന് തുടർച്ചയായി 4ാം തവണയും ജനവിധി തേടുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അരങ്ങേറ്റം കുറിച്ച BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖറിനെയാണ് അദ്ദേഹം നേരിടുന്നത്. 2005 മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച CPIയിലെ പന്യൻ രവീന്ദ്രനാണ് മത്സര രംഗത്തുള്ള മറ്റൊരു പ്രമുഖൻ. മുൻ ക്രിക്കറ്റ് താരം യൂസഫ് പത്താനെ തൃണമൂൽ കോൺഗ്രസ് പശ്ചിമ ബംഗാളിലെ ബഹരംപൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിച്ചിരിക്കുകയാണ്. പശ്ചിമ ബംഗാൾ കോൺഗ്രസ് യൂണിറ്റ് പ്രസിഡന്റായ ചൗധരി 1999 ബഹരംപൂരിൽ നിന്ന് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം 5 തവണ MP ആയി ബഹരംപൂരിനെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. മണ്ഡലത്തിൽ നിന്ന് 6ാം തവണയും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടാൻ ഒരുങ്ങുകയാണ്. 2 തവണ MPയും മന്ത്രിയുമായ മീനാക്ഷി ലേഖിയെ മാറ്റിയാണ് അന്തരിച്ച കേന്ദ്രമന്ത്രി സുഷമ സ്വരാജിന്റെ മകൾ ബാൻസുരി സ്വരാജിനെ BJP മത്സരിപ്പിക്കുന്നത്. ആം ആദ്മി പാർട്ടി മാളവ്യ നഗർ MLA സോമനാഥ് ഭാരതിയെയാണ് ഇവിടെ മത്സരിപ്പിച്ചത്. ദേശീയ തലസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും AAPയും സഖ്യത്തിൽ മത്സരിച്ചതോടെ മണ്ഡലം കൂടുതൽ ജനശ്രദ്ധയിലേക്ക് എത്തിയിരിക്കുന്നു. 3 പതിറ്റാണ്ടിലേറെയായി BJPയുടെ കോട്ടയായ ഛത്തീസ്ഗഡിലെ രാജ്നാഥ് ഗാവ് ലോക്സഭാ സീറ്റിൽ നിന്നാണ് കോൺഗ്രസ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേലിനെ മത്സരിപ്പിച്ചത്. BJPയുടെ സിറ്റിംഗ് MP സന്തോഷ് പാണ്ഡെയുമായാണ് അദ്ദേഹം മത്സരിക്കുന്നത്. 2009 മുതൽ ഈ സീറ്റ് BJPക്ക് നഷ്ടമായിട്ടില്ല. കൺവെൻഷൻ തകർത്ത് BJPയുടെ ശക്തി കേന്ദ്രത്തിൽ നിന്ന് വിജയിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. ചുരുവിൽ നിന്ന് 2 തവണ MP ആയ രാഹുൽ കസ്വാൻ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJPയിൽ നിന്ന് രാജിവെച്ച് അതേ സീറ്റിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി. BJPയിൽ സ്ഥാനാർത്ഥി പാരാലിമ്പിക്സ് ചാമ്പ്യൻ ദേവേന്ദ്ര ജജാരിയക്കെതിരെയാണ് അദ്ദേഹം മത്സരിക്കുന്നത്. പത്മഭൂഷൺ ജാവലിൻ ത്രോ താരം ജജാരിയ 2 തവണ പാരാലിമ്പിക്സിൽ നിന്ന് സ്വർണവും 1 തവണ വെള്ളിയും നേടിയിട്ടുണ്ട്. മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥിനെതിരെ 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട വിവേക് ബണ്ടി സാഹു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുതിർന്ന നേതാവും സിറ്റിംഗ് MPയുമായ നകുൽ നാഥിനെതിരെ മത്സരിക്കുന്നു. 4 പതിറ്റാണ്ടിലേറെയായി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും 9 തവണ MPയുമായ കമൽനാഥിന്റെ കോട്ടയായ ചിദ്വാരയിൽ നിന്നാണ് നകുൽ നാഥ് വീണ്ടും ജനവിധി തേടുന്നത്.
കർണാടകയിലെ ശിവമൊഗ്ഗ ലോക്സഭാ സീറ്റ് മുൻ മുഖ്യമന്ത്രി BS യെദ്യൂരപ്പയുടെ കുടുംബത്തിന്റെ കോട്ടയായാണ് കണക്കാക്കപ്പെടുന്നത്. എന്നിരുന്നാലും ഇത്തവണ നാടകീയമായ സംഭവ വികാസങ്ങൾക്കായി ഒരുങ്ങുകയാണ്. BJP മുതിർന്ന നേതാവ് KS ഈശ്വരപ്പ ശിവമൊഗ്ഗ ലോക്സഭാ സീറ്റിൽ പാർട്ടി മുതിർന്ന നേതാവ് BS യെദ്യൂരപ്പയുടെ മകൻ BY രാഘവേന്ദ്രയ്ക്കെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു.